നമസ്കാരം, യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മങ്കട സ്കൂൾ പരിസരത്ത് തൊണ്ടി വാഹനങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച്. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാല നിർമ്മാണ പുരോഗതി ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. പട്ടാപ്പകൽ കടയ്ക്ക് മുന്നിൽ നിന്നും ചവിട്ടി മോഷ്ടിക്കുന്ന ദൃശ്യം CCTVയിൽ കുടുങ്ങി. ഞാൻ വിനോദ പാർപ്പിടം. വാർത്തകൾ വിശദമായി. വിവിധ കേസുകളിൽ മങ്കട പോലീസ് പിടികൂടിയ തൊണ്ടി വാഹനങ്ങൾ മങ്കട സ്കൂൾ പരിസരത്തു നിന്നും ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. മങ്കട സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന വിവിധ കേസുകളിൽ ഉൾപ്പെട്ട തൊണ്ടി വാഹനങ്ങൾ മങ്കട ടൗണിനോട് ചേർന്ന് സ്കൂൾ പരിസരത്താണ് നിലവിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. മങ്കട LP ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലായി പഠിക്കുന്ന 3000-ൽ പരം വിദ്യാർത്ഥികൾക്ക് തൊണ്ടി വാഹനങ്ങൾ നിക്ഷേപിക്കുക വഴി പ്രയാസം നേരിടുന്നതായി ആക്ഷേപിച്ചാണ് BJP പ്രവർത്തകർ മങ്കട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മങ്കട ടൗണിലെ പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. BJP ജില്ലാ സെക്രട്ടറി ഗണേശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിലുപരി നമ്മുടെ വീടുകളിൽ നിന്നും ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള സമരമാണ്. വളരെ ജനകീയമായിട്ടുള്ള ആവശ്യകരമായിട്ടുള്ള ഒരു ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മങ്കട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂളിന് സമീപത്തു നിന്നും 50 കിലോമീറ്റർ അകലേക്ക് വാഹനങ്ങൾ മാറ്റി നിക്ഷേപിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. 18-ാം തീയതി നടക്കുന്ന മങ്കട ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് മുമ്പായി അധികാരികൾ അനുകൂല നടപടിയെടുക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. BMS മേഖലാ പ്രസിഡന്റ് M ബാലചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. P രാമചന്ദ്രൻ, P മനോഹരൻ, P സുധിൻ, M അനൂപ്, ഹരീശ്വരൻ, അയ്യപ്പൻ എന്നിവർ നേതൃത്വം നൽകി. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. റെയിൽവേ മേൽപ്പാല നിർമ്മാണ പുരോഗതി ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ഉന്നതതല യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് 12:30-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പല കാരണങ്ങളാൽ അങ്ങാടിപ്പുറത്തെ റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേരുന്നത്. മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കുക, വാഹനങ്ങൾ ഗതാഗതക്കുരുക്കില്ലാതെ വഴിതിരിച്ചു വിടുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യും. പാല നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്ന അങ്ങാടിപ്പുറത്ത് വലിയ ഗതാഗതക്കുരുക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. അങ്ങാടിപ്പുറം ഭാഗത്ത് പൈലിംഗ് പുരോഗമിക്കുന്നിടത്താണ് വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങാടിപ്പുറം ഭാഗത്ത് ബാക്കിയുള്ള സ്ഥലം കൂടി ഏറ്റെടുത്താൽ മാത്രമേ ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാനാവൂ. ഈ വിഷയങ്ങളെല്ലാം 15-ന് നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് മങ്കട MLA TA അഹമ്മദ് കബീർ അറിയിച്ചു. മന്ത്രി മഞ്ഞളാംകുഴി അലി, റെയിൽവേ, PWD വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. പട്ടാപ്പകൽ കടയ്ക്ക് മുന്നിലെ ചവിട്ടി മോഷ്ടിക്കുന്ന ഓട്ടോ ഡ്രൈവറുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ചവിട്ടിയാണ് പെരുന്നാൾ ദിനത്തിൽ ഓട്ടോയിലെത്തിയ ഡ്രൈവർ മോഷ്ടിച്ചത്. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോഷ്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ട നിന്റെ അപ്പന്. നീ അത് കണ്ടോടാ? ജെനിമിനേറ്റർ അല്ലേ? ജനറേറ്റർ. പവർ കട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്നവര് ഇത് അവിടെ കിടക്കും. അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. പിന്നെ വെളിച്ചമേ നയിച്ചാലും. നീ പോയാ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. ഓ കിണ്ണംകട്ട കള്ളൻ എന്ന മലയാള സിനിമയിലെ ഈ രംഗം കണ്ട് നിഷ്കളങ്കരായ മലയാളികൾ അന്തം വിട്ട് ചിരിച്ചപ്പോൾ മോഷണത്തുറയുള്ള ഈ ഓട്ടോ ഡ്രൈവറുടെ ചിന്ത പോയത് ജഗതി ശ്രീകുമാറിന്റെ അതേ വഴിക്കായിരുന്നു. ആരാരും നോക്കാനില്ലാതെ കിടന്ന ചവിട്ടി ഒന്ന് മോഷ്ടിച്ചാൽ കൊള്ളാമെന്നൊരു ചിന്ത. പെരുന്നാളിന് സ്ഥാപനം അവധിയായതിനാൽ പട്ടാപ്പകൽ ഒരു വിധത്തിൽ കാര്യം സാധിച്ചു. പക്ഷേ പാവം തസ്കരൻ അറിഞ്ഞില്ല താൻ മോഷ്ടിച്ചത് CCTV ക്യാമറകളും മറ്റും വിൽക്കുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നാണെന്ന്. എല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാളുണ്ടെന്നതും പാവം ഓർത്തില്ല. കിട്ടിയതോ 8ന്റെ പണിയും.
പെരിന്തൽമണ്ണ തഹ്ഫീലുൽ ഖുർആൻ കോളേജ് വാർഷികവും സമ്മേളനവും പുതിയ കെട്ടിടത്തിന് സമർപ്പണവും ഒക്ടോബർ 10 നടക്കും. 10 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുന്നി യോജന സംഘം പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച തഹ്ഫീലുൽ ഖുർആൻ കോളേജിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. കോളേജിന് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടം ഒക്ടോബർ 10 നടക്കുന്ന ചടങ്ങിൽ കോളേജ് പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് 11-ാം തീയതി വിദ്യാർത്ഥി ഫെസ്റ്റ്, 13-ന് ജില്ലാതല ഹിഫ്ള് മത്സരം, 14-ന് മഹല്ല് സാരഥി സംഗമം, 15-ന് തസ്കിയത്ത് ക്യാമ്പ് എന്നിവ നടക്കും. 16-ന് നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിന് ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകും. 18, 19 തീയതികളിൽ EP അബൂബക്കർ കാസിമിയുടെ മതപ്രഭാഷണം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിദ്ദിഖ് ഫൈസി അമ്മിനിക്കാട്, NTC മജീദ്, K സൈദുട്ടി ഹാജി, PT അലി മുസ്ലിയാർ, അസീസ് പട്ടിക്കാട്, ഷെരീഫ് മുണ്ടുമ്മൽ എന്നിവർ പെരിന്തൽമണ്ണയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ സ്ഥാപനത്തിന് സ്വന്തമായി സ്ഥലം വാങ്ങി വളരെ നല്ലൊരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് വരുന്ന 10-ാം തീയതി 4 മണിക്ക് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് വ്യത്യസ്തവും വൈവിധ്യമായ പരിപാടികൾക്ക് സംഘാടകർ ആസൂത്രണം നൽകിയിട്ടുണ്ട്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വപാത ഘോഷയാത്ര പരിപാടിയുടെ ഭാഗമായി അങ്ങാടിപ്പുറം മുതൽ തിരൂർക്കാട് വരെയുള്ള പ്രദേശത്ത് ശുചിത്വ പരിപാടി സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ശുചിത്വ വാരാഘോഷം സംഘടിപ്പിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നടത്തുന്ന ശുചിത്വ വാരാചരണത്തിന്റെ ഭാഗമായാണ് ടൗണിൽ ശുചിത്വ പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങാടിപ്പുറം അൽപ്പാക്കുളം മുതൽ തിരൂർക്കാട് ജംഗ്ഷൻ വരെയുള്ള പ്രദേശമാണ് പരിപാടിയുടെ ഭാഗമായി വൃത്തിയാക്കിയത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും CDS തൊഴിലുറപ്പ് പ്രവർത്തകരും ആശാ വർക്കർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയ 150ഓളം പേർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ ആളുകളും കൂടെ ഒന്ന് ബന്ധപ്പെട്ടുകൊണ്ട് ടൗണുകളെങ്കിലും കേന്ദ്രീകരിച്ച് നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷം, വൃത്തിയുള്ളൊരു റോഡുകളാക്കി മാറ്റാനുള്ള ഒരു സതുദ്ദേശമാണ് പഞ്ചായത്ത് ഭരണസമിതിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇന്ന് ഒക്ടോബർ ദിനത്തോടനുബന്ധിച്ച് ടൗണുകൾ ക്ലീൻ ചെയ്യുക, പഞ്ചായത്ത് ക്ലീൻ ചെയ്യുക, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ആളുകളും കൂടി ഇറങ്ങിയത്. രാവിലെ അൽപ്പാക്കുളം പരിസരത്ത് നിന്നും ആരംഭിച്ച പരിപാടി വൈകിട്ട് 4:30-ന് തിരൂർക്കാട് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മങ്കട സ്കൂൾ പരിസരത്ത് തൊണ്ടി വാഹനങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച്. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാല നിർമ്മാണ പുരോഗതി ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. പട്ടാപ്പകൽ കടയ്ക്ക് മുന്നിൽ നിന്നും ചവിട്ടി മോഷ്ടിക്കുന്ന ദൃശ്യം CCTVയിൽ കുടുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.